ബൈജുവിലേക്ക് ഞാൻ വരാം. ഇപ്പൊ നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ടി ജയന്താണ്. ജയന്ത് ഈ ആക്ഷൻ കമ്മിറ്റി അംഗമാണ്. നേരത്തെ ഒരിക്കൽ ഞാൻ ജയന്തിനോട് സംസാരിച്ചിരുന്നു. അന്ന് ഞാൻ വലിയ അത്ഭുതത്തോടെയാണ് ഇതൊക്കെ ആദ്യമായി കേൾക്കുമ്പോൾ അത്ഭുതത്തോടെയായിരുന്നു അന്ന് ഞാൻ ജയന്തിനോട് ചോദിച്ചിരുന്നത്. പക്ഷെ ജയന്ത് ഇപ്പോ ഇതേപ്പറ്റി കൂടുതൽ വായിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ ഈ അഭിഷേക് തയ്യാറാക്കിയ റിപ്പോർട്ടൊക്കെ കണ്ടപ്പോഴാണ് ഇത് എത്രമാത്രം വലിയൊരു മാഫിയാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്ന സ്ഥലത്ത് പ്രവർത്തിക്കുന്നത്. ധർമ്മസ്ഥല എന്ന് പറഞ്ഞാൽ ധർമ്മം പുലരുന്ന സ്ഥലം എന്നാണ് അർത്ഥമാവേണ്ടിയിരുന്നത്. പക്ഷേ അധർമ്മങ്ങളുടെ മാത്രം ഭൂമിയായി അധർമ്മസ്ഥലം മാറി എന്നാണ് ഇപ്പോ ഇത്രയും വായിച്ചതിൽ നിന്നൊക്കെ മനസ്സിലാവുന്നത്. ജയന്ത്, എന്റെ ഒരു സംശയം, ജയന്ത് അവിടെ ഉള്ള ആളാണ്, ഇതിന്റെ ഒരു ഇര കൂടിയാണ്. ജയന്തിനും വ്യക്തിപരമായി അതിലൊരു അനുഭവം പറയാനുണ്ട്. ഇതെങ്ങനെയാണ് ഇത്രയും നടന്നു പോയത് എന്നൊരു അത്ഭുതം തോന്നുന്നുണ്ട്. കാരണം സാധാരണഗതിയിൽ നമുക്കിപ്പം കേരളത്തിലൊക്കെ ഞങ്ങളൊക്കെ കാണുന്നത് ഒരു പരാതി ഉണ്ടാവും, അത് അന്വേഷിക്കാൻ പോലീസ് വരും, അതിനെപ്പറ്റി പറയാൻ ഒരു കോടതി ഉണ്ട്, നമുക്ക് ചെന്ന് പരാതി പറയാൻ പോലീസ് അല്ലെങ്കിൽ ഒരു കോടതി ഉണ്ട്. പക്ഷെ ഏതാണ്ട് 79 മുതലുള്ള വേദവല്ലി ടീച്ചറിന്റെ കഥ തൊട്ടുള്ള കഥയാണ് ഞാൻ വായിക്കുന്നത്. അത്രയും കാലമായി ഇങ്ങനെ ഒരു കൊടിയ അനീതി, ഒരു നാട് മുഴുവൻ സ്ത്രീകളെ ഇല്ലാതാക്കുന്ന, സ്ത്രീകളെ കൊന്നു തള്ളുന്ന, കുഴിച്ചുകൂടുന്ന ഒരു ഭൂമിയായി ധർമ്മസ്ഥലം മാറിയത് എങ്ങനെയാണ്? മേഡം, ആദ്യമായിട്ട് കേരള മീഡിയയ്ക്ക് ഒരു താങ്ക്സ് പറയുന്നു. അതേപോലെ ഞങ്ങളെ ഒരു ഓറട്ടക്കാരായ മഹേഷ് തിമ്മറോടെയാണ്, ഗിരീഷ് മുട്ടന്നവർ, അവർക്കൊരു താങ്ക്സ് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ഒരു നിങ്ങളോട് ചേരുന്നു. ഇത് സംഭവം എന്ന് പറഞ്ഞ പോലെ ധർമ്മസ്ഥലം എന്ന പേര് മാത്രമാ, ഇത് ഹിന്ദു ക്ഷേത്രം, അതാദ്യം മനസ്സിലാക്കി. ഇത് ഹിന്ദു ക്ഷേത്രമാ. എന്നാൽ അത് ആരും നടത്തിക്കൊണ്ടിരിക്കുന്ന ഇനിയൊരു സമുദായം, അത് വേറെ ഒരു ജാതിക്കാരാ. അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പറഞ്ഞെങ്കിൽ അവർക്ക് ഹിന്ദു സമ്പ്രദായ പ്രകാരം അവർക്ക് ഹിന്ദു ഒരു ദൈവത്തിന് വിശ്വാസമില്ല. അവർക്കെന്ന് പറഞ്ഞാൽ ബിസിനസ് കേന്ദ്രമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ 1971 സുപ്രീം കോടതി ഇവർ ഒരു അഫിഡവിറ്റ് കൊടുത്തിട്ടുണ്ട്. ഇത് ജെയിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ എല്ലാ റെക്കോർഡും ഞാൻ തരാതെ. ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെന്ന് കൊടുത്തിട്ട് അവിടെ ഹിന്ദു ദൈവത്തിനെ വെച്ചിട്ട് ഇവര് ആരാധന ചെയ്ത് അവര് ബിസിനസ് കേന്ദ്രമായിട്ട് വെച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹിന്ദു ആൾക്കാരെ അവരുടെ കൈവശമാക്കാനുള്ള ഒരു പരിപാടി ചെയ്ത്, എന്നിട്ട് ഈ കാശിനകത്തും വേറെ ബിസിനസ് പരമായിട്ടും നാട് നന്നാക്കും എന്ന് പറഞ്ഞിട്ട് അത് വേറെ ഒരു രീതി ഇവരുടെ അഴിമതി കേസ് നടന്നുകൊണ്ടിരിക്കുക. അത് ഈ ആൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടോ, ഇതാണെന്നോ എന്ന്. ഇവര് ദൈവമാനം എന്ന് പറയുന്നത്. ഇവരെ ദൈവം ഇല്ല, ദൈവത്തിനെക്കാളും വലിയ ദൈവമാനം എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ തന്നെ ഒരു കര എന്താ പറഞ്ഞാൽ ഗ്രാമത്തിലുള്ള കരകള് ക്ലീൻ ചെയ്യാനുണ്ടെങ്കിൽ അവര് പറയുന്ന ഞങ്ങൾ ചെയ്ത് എന്റെ പേര് ചെയ്തയാന്ന് പറഞ്ഞിട്ടാ ബാനർ ഇടുന്നത്. അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഗവൺമെന്റ് കാശ. അത് ഞാൻ RTIക്കകത്ത് എടുത്തപ്പോൾ എനിക്ക് മനസ്സിലായത്. ഇത് ഞങ്ങൾക്കും അറിയാലായിരുന്നു. ഇങ്ങനെ ഓരോ റെക്കോർഡ് പ്രകാരമായിട്ട് ഞങ്ങൾ ഈ കാര്യങ്ങൾ ചെയ്തും കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ നിന്ന് പറഞ്ഞില്ലേ, ഇവരുടെ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ട് ഒരു വർത്താനം പറയാൻ പറ്റിയല്ല. എന്ന് പറഞ്ഞാൽ ഒരു പോലീസ് ഇതാക്കാണെങ്കിലും അവരുടെ സ്വാധീനമാ, രാജിക്കാണെങ്കിലും അവരുടെ സ്വാധീനമാ, പ്രതികരണം അവരുടെ സ്വാധീനത്തിൽ നിൽക്കുക. ഇവിടെ ഇപ്പൊ ഇത് തന്നെ മനസ്സിലാക്കി. ഇത്ര വലിയൊരു കേസായിട്ടും ഇന്ന് എന്ന് പറഞ്ഞാൽ 3/7/25 ഒരു FIR ആയിട്ട് ഇന്നത്തേനത്ര 12 ദിവസമായിട്ടും ഇന്നും എവിടെയാ ബോഡി കിടക്കുന്നതെന്ന് വിളിച്ചോണ്ട് പോയി എൻക്വയറി ചെയ്യുന്ന ഒരു വ്യവസ്ഥ ഇല്ല ഇന്ന്. അധികം മനസ്സിലാക്കാം ഇവർ അത്ര വലിയ പ്രഭാവി വ്യക്തിയാന്ന്. SP നല്ലൊരു മനുഷ്യനെ, SPക്ക് പ്രഷർ ഉണ്ടോ എന്ന് അറിയാലോ, എന്തുകൊണ്ടാന്ന് അറിയാലോ. അന്നേരം ഭയങ്കര ഡിലേ ആക്കിയുണ്ട്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും ഒരു മൃതദേഹം ഉണ്ട്, ഇല്ലെങ്കിൽ മൃതദേഹം കുഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കുഴിച്ചിട്ടെന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിലോട്ട് ഒരു പരാതി വന്നു കഴിയുമ്പോൾ ഇവര് ഇല്ലാതെ ന്യായാലയത്തിൽ കൊണ്ടുപോകണം, അവന്റെ 164 സ്റ്റേറ്റ്മെന്റ് എടുക്കണം. ഇതെല്ലാം ചെയ്തിട്ടാണോ ഈ ബോഡി എടുക്കാൻ പോകുന്നത്? അതാ ഇവൻ പറഞ്ഞത് സത്യമാണോ കള്ളമാണോ പറഞ്ഞിട്ട് ഒരു FIR ദാഖൽ ചെയ്തിട്ട് രജിസ്റ്റർ ചെയ്തിട്ട് ഇവർ പോയി അവിടെ ബോഡി എടുത്തു കഴിഞ്ഞിട്ട് ഇവൻ പറഞ്ഞ പോലെ ബോഡി കിട്ടുന്നുണ്ട്, കുറെ ബോഡി ഉണ്ട്, അതിൽ കഴിഞ്ഞ് ഇവന്റെ സ്റ്റേറ്റ്മെന്റ് എടുക്കാം, ഇവനെ ജീവബദരിക്ക് കാണുമെന്ന് ഇല്ല, ജീവിതത്തിന് അപായം ഉണ്ടെന്ന് പറഞ്ഞ് ആ രീതിയാണോ ചെയ്യേണ്ടത്? ആലോചിച്ച് നോക്കെ. ഇപ്പൊ അന്നേരം ഈ ഇവരുടെ പിന്നോടെന്ന് പറഞ്ഞ് ഇവരുടെ സ്ട്രെങ്ത് എത്ര ഉണ്ടെന്ന് ഇനിയും മനസ്സിലാക്കാം. ഒരു ഗവൺമെന്റ് മുമ്പിൽ നിന്ന് ചെയ്യുന്നതല്ലോ, വേറെ എത്രയോ വലിയ കേസുകൾ, ചെറിയ കേസുകൾ വലിയൊരിതായിട്ട് വരുന്നുണ്ടല്ലോ. ഇതെന്തിന് ഈ ലോകം ഇടീ വിറപ്പിക്കുന്ന ഒരു അവിടെ പറയുന്ന പോലെ 100, 200 അല്ലത് അവിടെ ഉള്ളത്. 100, 200, 300 അല്ല.
അതെത്ര ജയന്ത് ഒരു RTI ആക്ടിവിസ്റ്റ് ആണെന്ന് എനിക്കറിയാം. RTI വെച്ചിട്ടാണ് നമ്മുടെ രാജ്യം നമുക്ക് ഉറപ്പു തരുന്ന ഏറ്റവും വലിയ ശക്തിയാണ് RTI എന്ന് പറയുന്നത്. അത് വെച്ചിട്ടാണ് ജയന്തിന്റെ പോരാട്ടങ്ങൾ കഴിഞ്ഞ് കുറെ കാലമായി ജയന്ത് നടത്തുന്നത്. ഈ ധർമ്മസ്ഥലയില് നമുക്കിപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ വേദവല്ലി ടീച്ചറിന്റെ കാര്യം തൊട്ടാണ് എനിക്ക് അറിയാവുന്നത്. ഒരു 1979 അല്ലെ? അതിനുശേഷം ജയന്ത് എടുത്ത RTI കണക്കായിരിക്കും ഒരു പക്ഷേ ഈ 400ഓളം സ്ത്രീകളെ കാണാതായി. അത് ഏത് കാലയളവിലാണ്, അത് ഏതൊക്കെ ഭാഗത്തു നിന്നാണ് കാണാതായത്? ഈ ബെൽത്തങ്ങാടി പോലീസ് സ്റ്റേഷനാണല്ലോ ആദ്യകാലത്ത് ഉണ്ടായിരുന്നത്. 2015 ധർമ്മസ്ഥല സ്റ്റേഷൻ വരുന്നത്. അതുവരെയുള്ള കണക്കുകൾ വെച്ച് നോക്കുമ്പോൾ ഏത് മേഖലയിൽ നിന്ന് ഈ 400 സ്ത്രീകളെ ഒന്നുകിൽ കാണാതായി, അല്ലെങ്കിൽ ദുരൂഹമായ നിലയിൽ കൊല്ലപ്പെട്ടു, അതല്ലെങ്കിൽ മൃതദേഹം കണ്ടെത്തി, ഇങ്ങനെയൊക്കെയാണല്ലോ അല്ലെ? അതൊന്ന് വിശദീകരിക്കാമോ? ഈ 400 എന്ന് പറഞ്ഞാൽ ഈ ഒരു ഗ്രാമത്തെ അല്ല, ഈ ഗ്രാമത്തെ ഉള്ളത് 10,000 ആൾക്കാരുടെ അടുത്ത ഈ ഗ്രാമത്തുള്ളത്. ഈ ഗ്രാമത്തെ മാത്രമല്ല, ഇടീ ദേശത്ത് നിന്ന് ഇല്ലെങ്കിൽ ഈ അടുത്ത രാജ്യത്തു നിന്നെല്ലാം വന്നവരും ഉണ്ട് ഇതിനകത്ത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പാപ്പ ഒരു നല്ല ക്ഷേത്രമെന്ന് വരും വന്ന്, ഞാൻ പറഞ്ഞില്ലേ ഇതിന് മുമ്പേ പറഞ്ഞാല്, വന്നു കഴിഞ്ഞ് ഇവിടെ തന്നെ ലോഡ്ജ്, അവരുടെ ഒരു 3 കിലോമീറ്റർ ഇപ്പം തന്നെ ഒരു ഓർഡർ ഉണ്ടെന്ന് 3 കിലോമീറ്റർ വ്യാപ്തിക്കകത്ത് വേറെ ആരെങ്കിലും ലോഡ് കെട്ടിക്കുകയല്ല, അവിടെ ഒരു ബിസിനസ് ഇവരുടെ മാത്രം എല്ലാം നടക്കണം. എല്ലാം ഇവര് തന്നെയാ. ആ ലോഡ്ജിൽ വരുന്ന ഒരു കൊച്ച്, അതാ 400 പറയാം, 400 പറഞ്ഞ ഒരു കണക്കല്ല അത് ഗവൺമെന്റ് ഒരു കണക്ക് പ്രകാരം വന്നേക്കുന്ന, അത് വിട്ടുവിടാം, അത് എടുക്കേ വേണ്ട. 2016 ഇവിടുത്തെ VS ഉഗ്രപ്പ എന്ന് പറഞ്ഞിട്ട് MLC പുള്ളി ഒരു സർവേ നടത്തിയിട്ട് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് ഗവൺമെന്റിന് 2018 3 ദിവസത്തിന് ഒരു അസഹജസാവ എന്ന് പറഞ്ഞാൽ അറിയാത്ത ഒരു കൊല ആയിക്കൊണ്ടിരിക്കുന്നെന്ന് കൊടുത്തേക്കുന്നത്. അത് ഗവൺമെന്റിന് ഒരിച്ചിരി വറുതി കിട്ടി അല്ലേ? ഈ ഒരു റിപ്പോർട്ടൊന്നും കിട്ടാതെ കിടക്കുന്ന കേസുകളാ പറയുന്നത്. ഇന്നിപ്പം ആ ധർമ്മസ്ഥല ഗ്രാമത്ത് ഒരു സൈഡിൽ നിന്ന് ഒരു ഇറ്റാച്ചിങ് കൊണ്ട് മാന്താൻ തുടങ്ങിയെങ്കിൽ എത്ര ലോഡ് സാധനം കിട്ടുമെന്ന് പറയാൻ പറ്റിയല്ല. ഇതിപ്പോ 450 കണക്കേ അല്ലത്, അത് പറയേണ്ട ആവശ്യമേ ഇല്ല. അത് ഗവൺമെന്റ് കണക്കിനുള്ളതാ. ഞങ്ങൾ പറയുന്നത്, ഈ പബ്ലിക് പറയുന്നത്. അന്നേരം അത്രയ്ക്കും കൊലകൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അത് മനസ്സിലാക്കണം ആദ്യം. ഇവിടെ ഇപ്പം ഇന്നലെ സൗജന്യ എന്ന് പറഞ്ഞ സൗജന്യ കൊച്ചിനെ 2012 കൊന്നേ അല്ലേ? കൊന്നിട്ട് ആ ഒരു പ്രശ്നം വെളി വരാൻ നേരത്ത് അവളാ തൂപ്പാറിന വേറെ ആരോരും കൊണ്ട് ഇതൊക്കെ മൂളിപ്പിക്കാനാ നോക്കിയെന്ന് തോന്നേ, അത് ശരിക്കറിയില്ല. എന്നാലും ആ ഒരു കേസിന് അത് അവിടെ പ്രതിഭടന എന്ന് പറഞ്ഞ പ്രക്ഷോഭം ജാസ്തി ഒത്തിരി ആയപ്പം ആ അമ്പലത്തിൽ വന്ന് ഒരുത്തന മണ്ഡലം കെട്ടിവെച്ചത് കേസ്. അവൻ സുബ്രഹ്മണ്യ അമ്പലത്തിൽ പോയിട്ട് ഈ ക്ഷേത്രത്തിൽ വന്ന് ഇവിടെ വൈകുന്നേരം ബസ്സിന് പോകാനായിട്ട് കാത്തിരിക്കുമ്പോൾ അവന്റെ മണ്ട കെട്ടിവെച്ചത്. അവൻ പറയുന്നത്, ഇന്നലെ ആ പുള്ളിയിലെ വക്കീലായിട്ട് ഞങ്ങൾ കാര്യം പറഞ്ഞു. അവൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞെങ്കിൽ 3 മാസം കഴിഞ്ഞിട്ടാണ് ഈ കേസ്, സൗജന്യയുടെ കേസ് CIDക്ക് കൊടുക്കുന്നത്. ഈ 3 മാസം വരെ ഇവന് എന്തിനാ അടിക്കുന്നത്, എന്താ സംഭവം ഇവന് അറിയാലെന്ന്. അത് കഴിഞ്ഞ് ഈ സംഭവം അറിയുന്നത്. അവനെന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ കൂടെ പോയിട്ട് ഈ മന്ത്രം ജപം ചെയ്ത് ഇങ്ങനെ ജീവിക്കുന്ന ഒരു മനുഷ്യനവൻ. ഇന്ന് അവരുടെ കുടുംബം പോയി കാണണം, അവരുടെ കുടുംബത്തിന്റെ അവസ്ഥ കാണണം. കുടുംബത്തെ ചേട്ടനുണ്ട്, അനിയന്മാരുണ്ടായിരുന്നു, അനിയന്മാരെല്ലാം എന്ന് പറഞ്ഞാൽ പെണ്ണാരും കൊടുക്കുകയല്ല, പെണ്ണ് കെട്ടാനായി, അങ്ങനെ ടോട്ടലായിട്ട് അത് നാശമായെന്ന് പറയാം. ഒരു കുടുംബം നാശം ചെയ്ത്, ഇതേപോലെ എത്ര കുടുംബങ്ങളെ ഇവർ നാശം ചെയ്തേക്കുന്നത്. 1, 2 കുടുംബമല്ല നാശം ചെയ്തത്. വേദവല്ലിന്റെ കുടുംബം നാശം ചെയ്ത്, പത്മലത്ത കുടുംബം എങ്ങനെയായത്, ആ അപ്പൻ ലാസ്റ്റ് വരെ ഫൈറ്റ് ചെയ്ത് ലാസ്റ്റ് ആവിയൽ എന്ന് പറഞ്ഞ് വിട്ടത്. അതല്ല ആനമാവത്തിന്റെ പറഞ്ഞ പാവ ആനേനെ വളർത്തിക്കൊണ്ടിരുന്നവനായിരുന്നു. അവരുടെ തല അരക്കല്ലെടുത്തിട്ട് ആലോചിച്ചോക്കെ, വേണമെങ്കിൽ ആ വീഡിയോ കാണിക്കാം. അരക്കല്ലെന്ന് പറഞ്ഞാൽ വലിയ അരക്കല്ല് എടുത്തിട്ട് തലയിലെ കെട്ടിച്ചു കൊടുക്കുക. അവരെത്ര ക്രൂരികളാണ് മനസ്സിലാക്കുക. അവിടെ ഒരു തെളിയുന്നില്ല. ഞാൻ പറഞ്ഞു നാരായണനും യമുനയും ഒരു സഹോദരിയും അതും ബസ് സ്റ്റാൻഡിനോട് ചേർന്ന ഒരു സ്ഥലം. അതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്നു. 2012 ഈ കാര്യം നടക്കുന്നത്. ചേർന്ന് KSRTC ബസ് സ്റ്റാൻഡിന് തൊട്ടടുത്തുള്ള മുറിയിൽ പട്ടാപ്പകൽ 2 പേരുടെയും ക്രൂരമായി. അവരുടെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നത് ഭൂമിയായിരുന്നു പ്രശ്നം. അവരുടെ ഭൂമി വേണമായിരുന്നു, അതായിരുന്നു അവരുടെ പ്രശ്നം അല്ലെ? അതെ, അതെടുത്തിട്ട് അതിനകത്ത് ഒരു ബിൽഡിംഗ് കെട്ടിയിട്ടുണ്ട്. ഇപ്പം അതിനകത്ത് ഒരു ബിൽഡിംഗ് കെട്ടി വലിയ ഓട്ടം നടത്തിക്കൊണ്ടുണ്ട്, ലക്ഷങ്ങൾ വ്യാപാരം ചെയ്തുകൊണ്ട്. ഇന്ന് ഇവർക്ക് വേണ്ടതെന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരുത്തന് ഭൂമി വേണം, ഒരുത്തന് പെണ്ണ് വേണം. ഇത് തന്നെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ വലിയ മേളുകളുള്ളവർ ഈ ഇവര് ചെയ്യുന്ന പണിയും കൂടെ ചെയ്ത് താഴോട്ടും അവർ അതന്നെ ചെയ്തുകൊണ്ട് വരുന്ന, ആരും ചോദിക്കാൻ പറയാനില്ല. അവിടെ ഇതുവരെ പറഞ്ഞ പോലെ ധർമ്മസ്ഥലം എന്ന് പറഞ്ഞ് ഇത്ര വലിയ ക്ഷേത്രമാണ്, ഇത്ര ലക്ഷം ആൾക്കാർ മാസങ്ങൾ വന്നുകൊണ്ട്. അന്നേരം എന്തും കൊണ്ട് അന്നേരം ഈ പുള്ളി ഇവരൊക്കെ കാര്യം പറഞ്ഞിട്ട് ഇവിടുത്തെ ഒരു പോലീസ് സ്റ്റേഷൻ വേണം, ഇത്ര ആൾക്കാരുണ്ട്, ഈ ഗ്രാമത്തിൽ ഇത്ര ആൾക്കാർ വന്നു പോയിക്കൊണ്ടുണ്ട്, ഇത്ര ഇങ്ങനെ നടന്നുകൊണ്ടുണ്ട്, ഇവിടെ വേണം, എന്തും കൊണ്ട് ചെയ്തില്ല. സൗജന്യയുടെ കൊല കഴിഞ്ഞിട്ട് വേണം അത് ചെയ്യാനായിട്ട്, അല്ലെ സൗജന്യം അതിനുവേണ്ടി വരണമായിരുന്നോ? ഇതിന് ഉത്തരം പറയണമല്ലോ. ഇപ്പൊ അതല്ല, ഇപ്പൊ നോക്കി, ഇത് എന്നും കൊണ്ട് ഇത്ര ഡിലേ ആയിക്കൊണ്ടിരിക്കുന്നത്.
ഇന്നിപ്പോ അതുകൊണ്ട് നമ്മളിപ്പോ OIC വക്കീല് എന്ന് പറഞ്ഞാൽ നമ്മുടെ OIC ഗൗഡ വക്കീല് സച്ചിൻ ഗൗഡ് എന്ന് പറഞ്ഞോ, ഇവരുടെ നേതൃത്വം ഇന്നിപ്പം പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ SIT തന്നെ ഗവൺമെന്റ് റചന ചെയ്യുകയാണെങ്കിൽ അതിനകത്ത് IPS ഇപ്പോഴത്തെ DGP പ്രണാബ് മോഹന്തി അവരുടെ നേതൃത്വം തന്നെ ചെയ്യണമെന്നുണ്ട്. അതിപ്പം പ്രഷർ ചെയ്യണം എല്ലാവരും കൂടിയിട്ട്. ഇപ്പം ഗവൺമെന്റ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഗവൺമെന്റ് ആണല്ലോ ഇവിടെ കർണാടകത്തിൽ. എല്ലാവർക്കും അവർ പറയാമല്ലോ, നോട് ഇങ്ങനെ ആയിട്ടുണ്ട്, കേരളത്തിൽ നിന്ന് വന്നിട്ടുണ്ട്, എല്ലാവരും വന്നിട്ട് ഇതും കൊണ്ട് ഇങ്ങനെ ഒരു തണ്ട രചനയാണ് പറയാമല്ലോ. ഇന്ന് ലോകം അറിയുന്ന സംഭവം അല്ലയോ? എന്തുകൊണ്ട് ഇവർ മിണ്ടാതിരിക്കുന്നു? എന്തുകൊണ്ട് മുഖ്യമന്ത്രി മിണ്ടാതിരിക്കുന്നു? ഗൃഹ സച്ചിൻ എന്തുകൊണ്ട് മിണ്ടാതിരിക്കുന്നു? നിങ്ങൾ പറഞ്ഞ പോലെ ശരിയാ, കേരളത്താരെന്ന് പറഞ്ഞാൽ ഭയങ്കര ആയെന്ന്. ഇവിടെ എന്തിനു മിണ്ടാതിരിക്കുന്നു? ഇവരെ പേടിച്ചിട്ടാ? അല്ലെങ്കിൽ ഇവരെങ്ങനെ ഗവൺമെന്റ് വണ്ടി ഇടുമെന്ന് പേടിച്ചിട്ടാ? ഇതിന് ഉത്തരമാണല്ലോ. ഇവരാരാണ് തരം? അതിന് ഞാൻ പറയുന്ന പോലെ ഇന്ത്യയിലെ ഒരു ഭാഗമല്ലേ ഇത്? ഇന്ത്യയിൽ ഇല്ലയോ ഇത്? ഈ ഗ്രാമം ഇല്ലെങ്കിൽ വെളുത്തങ്ങൾ താലൂക്ക് ഇന്ത്യയിൽ നശിക്കാത്തില്ലയോ? അതാണ്. ഇല്ലെങ്കിൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇവർക്ക് സ്വാതന്ത്ര്യം കിട്ടിയില്ലയോ? ഈ ഗ്രാമം സ്വാതന്ത്ര്യം കിട്ടിയില്ലയോ? ഇവർക്ക് വേറെ തന്നെ കാനൂനുണ്ടോ? ഇതറിയണം നമുക്കിപ്പോ. അത് അറിയേണ്ടത് ഇപ്പൊ എത്ര പേര് മുമ്പിൽ വന്നിട്ടുണ്ട്, എത്രയോ ആൾക്കാർ മുമ്പിൽ വന്നിട്ടുണ്ട്. എത്ര ബോഡി എവിടെ കണ്ടെന്ന് എല്ലാം പറയാൻ മുമ്പിൽ ആൾക്കാർ വന്നിട്ടുണ്ട്. ഞങ്ങൾ അതിന്റെ ഓരോ വീഡിയോയിൽ നിന്ന് റിലീസ് ചെയ്തോണ്ടിരിക്കും. ഓരോ ആൾക്കാർ ധൈര്യം ചെയ്ത് വന്നോണ്ട് എങ്ങനെയോ ചെന്ന് കൊന്നോണ്ടിരുന്നത്, അവിടെ ജോലി ചെയ്തോണ്ടിരുന്നത്, എന്താ ചെയ്തോണ്ടിരുന്നത് എല്ലാം പറയും. ഇപ്പൊ ഇന്നലെ സൗജന്യയുടെ അപ്പം പറയുന്നുണ്ടായിരുന്നു, അവിടേക്ക് അടിക്കുന്നതെന്ന് പറഞ്ഞെങ്കിൽ തെറ്റ് ചെയ്തെന്ന് പറഞ്ഞാൽ അടിക്കുന്ന ഈ കമ്പിക്കോലും കൊണ്ടാ, വടിയും കൊണ്ട് കൈ കൊണ്ടല്ല അടിക്കുന്നത്. ഓരോ അടി എന്ന് പറഞ്ഞാൽ അങ്ങനെ അടിയല്ല അടിക്കുന്നത്. നിങ്ങൾ റിപ്പോർട്ട് പറഞ്ഞു വിടേ, ഞാൻ കാണിച്ചു തരാം. അവർ പറയുന്നത് സ്റ്റേറ്റ്മെന്റ് അവരുടെ തന്നെ എടുത്തോ, എന്റെ തന്നെ എടുക്കേണ്ട കാര്യമില്ല. അവര് തന്നെ പറയും ഓരോ കാട്ടിൽ ചെന്ന് എത്ര തലയോട്ടികൾ കിട്ടുമായിരുന്നു, എത്ര എല്ല് കിട്ടുമായിരുന്നു, അവര് തന്നെ പറയും. ഇവിടെ വന്നാൽ അറിയാം ഇവിടെ അവസ്ഥ എന്താണ്. ഇത് ലോകം അറിയുന്ന ഒരു സംഭവം. എന്നാൽ ഇവർ എന്തിന് ഇത്ര ഡിലേ ചെയ്യുന്നത് അറിയുന്നില്ല. വന്നവരാണെങ്കിലും ഇപ്പം ഏറ്റവും കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട് വന്നത് ഈ സമീറിന്റെ ഒരു യൂട്യൂബ്, ഈ സൗജന്യമായി ബന്ധപ്പെട്ടാണ് സമീറിന്റെ ആ യൂട്യൂബ് വീഡിയോ വരുന്നത്. 2 കോടി ആളുകൾ കണ്ട ഒരു വീഡിയോ അത് അപ്രത്യക്ഷമാവാണ്. അതുപോലും ഒരു ഗ്രാഫിക് വീഡിയോ ആയിരുന്നു, അതുപോലും അപ്രത്യക്ഷമാവുന്നു. ആ തരത്തിൽ പോലും ഈ വാർത്ത പുറം ലോകത്തേക്ക് എത്തരുത്. ഏറ്റവും ശ്രദ്ധേയം എനിക്ക് തോന്നുന്നത് ഈ മീഡിയ എന്നൊക്കെ പറയുന്നത് ഞങ്ങളുടെയൊക്കെ ഒരു കാഴ്ചപ്പാടിൽ ജനങ്ങളുടെ പക്ഷത്ത് നിന്ന് നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു സംവിധാനമാണ് മാധ്യമങ്ങളൊക്കെ. പക്ഷെ കർണാടകത്തിലെ മാധ്യമങ്ങളൊന്നും ഈ വാർത്ത തൊടാനേ ധൈര്യം കാണിച്ചിട്ടില്ല. ഈ കുറച്ച് യൂട്യൂബ് ധൈര്യം കാണിക്കുന്നില്ല അവര്. അതെന്തുകൊണ്ടാണെന്ന് അറിയുന്നില്ല. ഇന്നിപ്പോ ഇതേ മീഡിയയിൽ ഒരു അതെ News 18 ആ ഒരു ലെറ്റർ വന്ന് അത് പറഞ്ഞാൽ 7 ദിവസത്തിനുള്ളിൽ ഒരു SIT തന്നെ ടീം രചന ചെയ്യണമെന്ന് പറഞ്ഞു. അതൊരെണ്ണം മാത്രം അതിലിട്ട് ഒരേ ഒരു മീഡിയ എന്ന് പറഞ്ഞാൽ News 18 കർണാടക ഒരേ മീഡിയ ഒരിച്ചിരി ഇട്ടിട്ടുണ്ട്. എന്തിനാ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്തിനിങ്ങനെ മീഡിയ നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഇവർ അടച്ചുപൂട്ടി പോയിക്കൂടെ? ഒന്ന് ഇവിടെ ആൾക്കാരുടെ കഷ്ടം എന്താന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് അറിയിക്കുക, ഗവൺമെന്റിന്റെ കാര്യം ആൾക്കാർ ഒരു മധ്യവർത്തിയാണെന്നുള്ള മീഡിയ അല്ലേ? ആ ഒരു പണി ചെയ്തുകൂടെ എന്ന് പറഞ്ഞെങ്കിൽ ഇവരുടെ കാശും കൊണ്ട് അവർ ജീവിക്കുന്നതിന് എന്റെ പ്ലാൻ പറയാം എന്ന് പറഞ്ഞാൽ പബ്ലിസിറ്റിക്ക് ഒരു കുറെ കാര്യക്രമങ്ങൾ അത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് കൊടുക്കും. ഇന്ന് മീഡിയ അല്ല, എന്റെ കണക്കിൽ നിന്ന് കർണാടക ഞാൻ പറയാൻ പാടില്ല, എന്നാൽ പറഞ്ഞേ പറ്റോളിന്ന് എന്ന് പറഞ്ഞാൽ എല്ലാം ശരിയായെന്ന് തോന്നുന്നത് മീഡിയകളെല്ലാം സ്വന്തമായിട്ട് ഇപ്പം അല്ല നല്ലൊരു കാര്യം ചെയ്യണം, ഓക്കെ അവിടെ ആ സംഭവം നടന്ന് പുറം ലോകം അറിയിപ്പിക്കണം, ആ ഒരു ചിന്തയില്ല. ഇന്നലെ പിന്നെ ഒരു കാര്യം, ഷമീർ 2ാമത്തെ വീഡിയോ വിട്ട് അതിപ്പോ 40 ലക്ഷം ആൾക്കാർ കണ്ടിട്ടുണ്ട്. എന്നാൽ അതിന് സമയത്ത് സ്റ്റേ ചെയ്യാനായിട്ട് ഹൈക്കോടതിയിൽ എന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിൽ ഞാൻ പറഞ്ഞില്ലേ, ഈ വലിയ മനുഷ്യന്റെ അനിയന്റെ മോൻ എന്നാൽ സൗജന്യത അത്യാചാരം ഉണ്ടെന്ന് പറഞ്ഞ് അവൻ പോയിരിക്കുന്നു സ്റ്റേ കൊണ്ടുവരാനായിട്ട്. എത്ര മനുഷ്യർ എന്നാ ഇവന്മാരല്ല ചെയ്തേന്ദ്രം, അത് മനസ്സിലാക്കിക്കൂടെ? അവരെന്തിനും സ്റ്റേ എടുക്കാൻ പോയി? അതെ, അവരെന്തിനു സ്റ്റേ ചെയ്യാൻ പോകുന്നു? അവർക്ക് എന്താണ് ഇതില്? അവർക്ക് പങ്കില്ലെങ്കിൽ അവരെന്തിനാണ് ഒരു സ്റ്റേ ആവശ്യപ്പെട്ടു പോകുന്നത്? അല്ലെ, അതാണ് പ്രധാനപ്പെട്ട. അതാ ചോദിക്കുന്നത്. പുള്ളി ഒരു രാജ്യസഭ സദസ്യനെ, പുള്ളിക്ക് പറഞ്ഞൂടെ ശരി എൻക്വയറി ചെയ്യണം, ഇതിന് നമ്മുടെ ഇവിടെ നിന്നൂടെ എന്നാ? എന്തും നിൽക്കുന്നില്ല, ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കുന്നില്ല, ഒരു ശുദ്ധികോശി പിടിക്കുന്നില്ല ഇവര്. ഇതൊന്നുമില്ലല്ലോ. ജയന്ത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെ രംഗത്തെത്തുന്നവരെ, ഇതുമായി ഈ പരാതിയുമായി അല്ലെങ്കിൽ ഇതിന്റെ ഒരു പ്രതിഷേധവുമായി വരുന്നവരെ മുഴുവൻ നിശബ്ദരാക്കാൻ അവർ പല വഴിയും ഉപയോഗിക്കുന്നുണ്ട്. ഒന്ന് പണമാണ്, മറ്റത് സ്വാധീനമാണ്, പിന്നൊന്ന് ഈ കേസുകളാണ്. നിരന്തരം ഇവരിൽ പലരും പരാതിയുമായി രംഗത്തെത്തിയ പലർക്കും ജീവൻ തന്നെ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോ ജയന്തിനെതിരെ എനിക്ക് തോന്നുന്നത് മാനനഷ്ട കേസുണ്ട് അല്ലെ? നിങ്ങൾ ഈ സൗത്ത് ഇന്ത്യ ആക്ഷൻ കൗൺസിലിലെ മിക്കവാറും ആളുകളൊക്കെ കോടികളുടെ മാനനഷ്ട കേസ് നേരിടുകയാണ്. ഇപ്പൊ ഞങ്ങളുടെ കൂടെ ഉള്ള മഹേഷ് തിമറോടെയാണ്. പുള്ളിന്റെ പണ്ട് ഒരു 50 കോടി മാനനഷ്ട കേസിട്ടുണ്ട്. 50 കോടി, 1-2 അല്ല. അതുമല്ല, ഇടീ കർണാടക സ്റ്റേറ്റിനകത്ത് എവിടേക്കാവും അവിടെയെല്ലാം ഇവിടെ പണ്ട്
എന്താ പറഞ്ഞു കോർട്ട് ന്യായ മുഖാന്തരം കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. ഇതന്നെ പുള്ളിക്ക് പണി. പോവും ആ കോർട്ടിൽ പോവും ഈ കോർട്ടിൽ പോവാന്ന് പറഞ്ഞിട്ട് ഇതന്നെ പരിപാടിയായി. ഇതേപോലെ തന്നെ ഗിരീഷ് മട്ടൽ എന്ന് പറയുന്നുണ്ട്, ഒരു നമ്മുടെ പോലീസ് ഓഫീസറാണ്, മാജി പോലീസ് ഓഫീസർ. പുള്ളീനെ മണ്ടേ ഇതേപോലെ തന്നെ കേസ് ഇട്ടേക്കുന്നത്. എന്റെ മണ്ടേ 2.5 കോടി മഹാരാഷ്ട്ര കേസ് ഇട്ടിട്ടുണ്ട്. എന്റെ മണ്ടേ ഇനി 3-4 സ്റ്റേഷനിൽ കേസ് ഇട്ടിട്ടുണ്ട്. ഇന്നലെ ഒരു സ്റ്റേഷനിൽ വിളിച്ചു ചോദിക്കുന്നുണ്ടായിരുന്നു, എന്നോട് വിളിച്ചു ചോദിച്ചു നിങ്ങൾ എന്തുകൊണ്ട് വരുന്നില്ല സ്റ്റേഷൻ. ഞാൻ പറഞ്ഞു ഒരു 150 കേസ് എന്റെ മണ്ടേ ഇട്ടെന്ന് പറഞ്ഞാൽ ഞാൻ എവിടെ തന്നെ വരണ്ടേ? അത് പറഞ്ഞു ഞാൻ എവിടെ വരണം പറ. ഞങ്ങളിപ്പം തീരുമാനിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങളെ കേസ് ഇട്ട് എന്താ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ഇട്, കുഴപ്പമില്ല. ഞങ്ങൾ പേടി എന്താന്ന് പറഞ്ഞെങ്കിൽ ജയിലിൽ പോകുന്നതിന് പേടിയില്ല, എന്നാലും പോകുന്ന വഴി തന്നെ ഇവർ കൊല്ലും. ഒന്നും കൊല്ലാൻ പറ്റില്ലെന്ന് പറഞ്ഞാൽ അവര് ജയിലിൽ കൊണ്ടുപോയിട്ട് അവിടെ തന്നെ പറഞ്ഞാൽ സ്ലോ പോയിസൺ ആയിട്ട് മരുന്ന് തന്നിട്ട് അതിനെ ഇവർ കൊല്ലും. ഇതാ ഇവരെ പരിപാടി. അതോടത്ത് പേടിയല്ല, വേറെ ഒരു പേടിയില്ല, വേറെ ഒരു രീതിയിലും പേടിക്കുന്നില്ല. ഞങ്ങൾക്കിപ്പോ റോഡിലേക്ക് ഇറങ്ങി നടക്കാൻ പേടി എന്ന് പറഞ്ഞെങ്കിൽ ഇവരെ ആക്സിഡന്റ് ആയിട്ട് കൊല്ലും. അത് ആക്സിഡന്റ് കേസല്ലേ, ആരെ കൊന്നതില്ല, ഒന്നുമില്ല. അല്ല ഇവർക്ക് സ്വാധീനം ചെയ്യാൻ പറ്റാതെ ഞങ്ങൾ 3-4 പേരെ ഇവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇതുവരെ. അതിനും ഡീലിന് വന്നേ അവര്, കോടികൾ ഡീലിന് വന്ന്. അതിനൊന്നും നമ്മളത് ഇതാക്കിയതല്ല. ന്യായമായിട്ട് ഇത് ശരിയാവണോ ഒറ്റ ഒരു ഉദ്ദേശം കൊണ്ട് നമ്മൾ മുന്നോട്ട് കാലുവെച്ചിട്ട്. ഇപ്പൊ പത്മലത 38 വർഷമായി കേസിന്റെ. അതിപ്പോ ഞങ്ങൾ രണ്ടാമത് റീഓപ്പൺ ചെയ്യാനായിട്ട് അതിന്റെ ഇതെല്ലാം റെഡി ആക്കിക്കൊണ്ടിരിക്കുക. അത് ഓപ്പൺ ചെയ്യണം. ആ ജീവനത്തെ സാക്ഷി എന്ന് പറഞ്ഞാൽ ഇന്നുമുണ്ട്. ആരാ വിളിച്ചോണ്ട് പോയത്, ഏത് കാരണത്താ കൊണ്ടുപോയത്, ആരൊക്കെ കണ്ടു, ആരൊക്കെ ഇതിന് ബോധം പോകാനായിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തു, എല്ലാം അറിയാം. അതിപ്പോ എല്ലാവരുടെയും പേര് വെളിപ്പെടുത്തിയിട്ട് ഞങ്ങൾ പോകാനുള്ള എല്ലാം പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഇത്ര നാൾ പേടിക്കുമായിരുന്നു, ഇനി പേടിക്കുന്ന പരിപാടി ഇല്ല. അവർക്കും ധൈര്യമായി, അവരുടെ വീട്ടുകാർക്കും ഇപ്പം ധൈര്യമായി. അതുകൊണ്ട് പേടിക്കുന്ന പരിപാടി ഇനി മുമ്പിലോട്ടല്ല പോകാൻ പോകുക. അന്ന് ആൾക്കാരും അദ്ദേഹത്തിന് മുമ്പിൽ വന്നു. ഇന്നിപ്പോ കംപ്ലൈന്റ് കൊടുക്കാനും ആരുടെ മക്കളൊക്കെ കാണാതായി അവരെല്ലാം കംപ്ലൈന്റ് കൊടുക്കാൻ വന്നുകൊണ്ട് കേരളത്തിൽ അതേപോലെ പറഞ്ഞ് അവിടെ നിന്ന് ആരെങ്കിലും വന്ന് ഇവിടെ കാണാതെയായി കംപ്ലൈന്റ് കൊടുക്കാൻ പോലും കംപ്ലൈന്റ് എടുത്തില്ല, അങ്ങനെ തിരിച്ചുവിട്ട്. അങ്ങനെയുള്ളവർക്ക് ഇപ്പൊ ഇവിടെ മംഗലാപുരം SP-ന്റെ അടുത്ത് വന്നിട്ടോ ഇല്ലെങ്കിൽ അവിടെ തന്നെ ഒരു കംപ്ലൈന്റ് കൊടുത്തിട്ട് അതിന്റെ രീതി നമുക്ക് മുമ്പിലോട്ട് വന്നാ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് ഒരിക്കൽ കൂടി, ഈ സംഭവം എന്താണെന്ന് അറിയാത്തവരുണ്ടാവും ഒരു പക്ഷെ. ധർമ്മസ്ഥല എന്ന് പറയുന്നത് നമുക്കൊക്കെ കേട്ടുപരിചയമുള്ളത് ഒരു